കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പെടും. അദ്ദേഹത്തിൻ്റെ പേര് കെ പ്രമോദ് എന്നാണ്. മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ. മാധവറാവു സിന്ധ്യയുടെ പേരിൽ തന്നെ ഒരു ആശുപത്രിയുണ്ട്, അതിൻ്റെയും ചെയർമാനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ മിറ്റ്കോ അതിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. സാംസ്കാരിക സാഹിത്യയുടെ ജനറൽ സെക്രട്ടറിയാണ്. വീക്ഷണം പത്രത്തിൻ്റെ ഡയറക്ടറാണ്. സക്സസ് സ്റ്റോറി ഇദ്ദേഹത്തെ തേടി വന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. നമ്മൾ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയൊക്കെ ഒരു കാലം നമുക്കുണ്ട്. ഇന്ന് നമ്മൾ ചിലപ്പോൾ കേരളം അതിസമ്പന്നതയിലേക്ക് നീങ്ങുകയാണ്, സമ്പൽ സമൃദ്ധിയിലാണ് ജീവിതം. ഒരു കാലത്ത് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിലെ പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കാതിരുന്ന DYFI പൊതിച്ചോറ് തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം ജില്ലാ ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ. ഗാന്ധിജിയെ അറിയാൻ ഏതാണ്ട് 10,000-ലേറെ കുട്ടികൾക്ക് ഗാന്ധിജിയുടെ ആത്മകഥ കൊടുത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ. അതുപോലെ നമുക്കിന്ന് സ്കൂളിൽ സൗജന്യ യൂണിഫോം ഉണ്ട്. അതില്ലാതിരുന്ന കാലത്ത് നിർധനരായ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം, അതും 1.5 പതിറ്റാണ്ട് കാലം സർക്കാർ യൂണിഫോം തുടങ്ങുന്ന കാലത്ത്. ഇങ്ങനെ കുട്ടികളെയും പട്ടിണിപ്പാവങ്ങളെയും ചേർത്തു പിടിച്ച ഒരു പൊതുപ്രവർത്തകനെ തേടിയെത്തിയിരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ ഒത്തിരിയുണ്ട്. ഇന്നത്തെ ഹൈടെക് രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും ഭിന്നമായി ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ പലരെയും നമ്മൾ കാണാറുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. പലരും സോഷ്യൽ മീഡിയ കൊണ്ട് ഹൈടെക്കായി ജീവിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം വ്യത്യസ്തമായി സാധാരണക്കാരുടെ വേദന അറിഞ്ഞ് ഒത്തിരി മനുഷ്യർക്ക് ചികിത്സാ സഹായം നൽകി ഒത്തിരി പട്ടിണി മാറ്റി അങ്ങനെ ഗാന്ധിജി എറിയാൻ അവസരങ്ങളൊക്കെ ഒരുക്കിയ വലിയൊരു മനുഷ്യൻ. ശിശുക്ഷേമത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരത്തിന് അർഹനായ ഒരു പൊതുപ്രവർത്തകൻ. രാഷ്ട്രപതി ഭവനിൽ നിന്ന്, രാഷ്ട്രപതിയിൽ നിന്ന് ആ പുരസ്കാരം ഏറ്റുവാങ്ങിയ അപൂർവം ചിലരിൽ ഒരാൾ കെ പ്രമോദ്. പ്രേക്ഷകർക്കും ഒപ്പം കെ പ്രമോദിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഈ പ്രമോദ് ഭായ്, ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറി ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തലമുറ, അവരെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് നമുക്കൊരു ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഉടുക്കാൻ വസ്ത്രമില്ലാതിരുന്നേയും അതിൻ്റെയും ഒരു കാലം അവർക്കറിയില്ല. കാരണം അരി സൗജന്യം, യൂണിഫോം സൗജന്യം, പാഠപുസ്തകം സൗജന്യം, ചികിത്സ സൗജന്യം, അങ്ങനെ സർക്കാർ വാരിക്കോരി നൽകുന്നു. പിന്നെ മാത്രവുമല്ല, ഇന്ന് ഒരു കൂലി വേല എടുക്കുന്ന ഒരാൾക്ക് 1000-ലധികം രൂപ, 1000 രൂപ, 1200 രൂപ വൈകുന്നേരം പണി കഴിഞ്ഞ് കയറുമ്പോൾ കിട്ടുന്ന തരത്തിലേക്ക് കേരളം വളർന്നു കഴിഞ്ഞു. പക്ഷെ നമുക്കൊരു കാലമുണ്ടായിരുന്നു, പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒരു കാലം. ആ കാലത്ത് ഒത്തിരി മനുഷ്യരെ, ആയിരക്കണക്കിന് മനുഷ്യരെ ചേർത്തു പിടിച്ചു എന്നത് തന്നെയാണ് താങ്കളിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത്. താങ്കളുടെ രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് ആ ഒരു ജീവകാരുണ്യ പ്രവർത്തകനെ തേടിയാണ് ഞങ്ങളുടെ യാത്ര. പ്രമോദിനെ അറിയണമെങ്കിൽ പ്രമോദ് ആദ്യം ജനിച്ചത് എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എവിടെയാണ് താങ്കളുടെ ജനനം? ഞങ്ങളെ ജനിച്ചത് പുഴാതി പഞ്ചായത്തിലെ ചെട്ടിപ്പിടിക എന്ന് പറയുന്ന സ്ഥലത്ത്. മാതാപിതാക്കൾ അച്ഛൻ ബ്രൈറ്റ് റോഡ്വേസ്. നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ ബസ് സർവീസാണ്. അച്ഛൻ്റെ അച്ഛൻ മുതൽ കണ്ണൂരിൽ ഒന്നാമതായിട്ട് കരിഞ്ചിൻ ബസ് ഉണ്ടായിരുന്നു. കരിഞ്ചിനാണ് പണ്ട് ബസ് ഉണ്ടായിരുന്നു. നവാസ് ബായിക്കൊന്നും ഒരു ന്യൂ കൽക്കരി ഉണ്ട്. തിരിച്ച് സ്റ്റാർട്ട് നമ്മൾ ട്രെയിനിന്റെ അതേ ഇതാണ്. കൽക്കരിയിലാണ് ഫസ്റ്റ് ബസ് ഇറങ്ങിയത്. NSNPC എന്ന് പറയും. അതിനുശേഷം NKBT ആണ്. ന്യൂ കേരള ബസ് ട്രാൻസ്പോർട്ടിന്റെ ഒരു പാർട്ട്ണറായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദർ VK ദാമോദരൻ. അന്നേരം അച്ചാച്ചൻ്റെ കാലശേഷം അച്ചാച്ചൻ മരണപ്പെട്ടതിന് ശേഷം NKBT നിന്ന് പാർട്ട്നേഴ്സ് പിരിയുമ്പോൾ നമുക്ക് ഒരു ബസ് കിട്ടി. നമ്മൾ അച്ഛനൊരു ബസ് കിട്ടി, വേറെയുള്ള സഹോദരങ്ങൾക്ക് 2 ബസ് കിട്ടി. നമ്മൾ ആ ബസ് വെച്ചു തുടങ്ങി. എങ്ങോട്ടേക്കാണ് സർവീസ് നടത്തി? അന്ന് പിന്നെ ഇവിടെ പയ്യാമ്പലം, താഴെ ചൊവ്വായി കൽക്കരി ബസ് ആയിരുന്നു. അല്ല, നമുക്ക് അച്ഛൻ പറഞ്ഞ അറിവാണ്. കൽക്കരി ബസിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ ഓർമ്മകൾ അതിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് അച്ഛൻ പറയുന്നത് ഈ കാണുന്ന ഡീസൽ എഞ്ചിനെല്ലാം നിങ്ങൾ ഇപ്പം കാണുന്നതാണ്. ഇതിന്റെ തുടക്കം ഈ കമ്പനിയുടെ NSNPC എന്ന് പറയുന്ന NKBTന്റെ പഴയ കമ്പനിയുടെ തുടക്കത്തിൽ കൽക്കരി ബസ്സാണ് ഉണ്ടായത് എന്ന് പറയുന്ന ഓർമ്മയെ നമുക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്. ചിത്രം ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇതായിട്ടുള്ള ഒരു ചെറിയ ഓർമ്മയുണ്ട്. അന്ന് പിന്നെ അത്ര ഫോട്ടോവും
കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം അച്ഛൻ പറഞ്ഞ ഓർമ്മ. അച്ഛന്റെ നേതൃത്വത്തിൽ താങ്കൾ കണ്ട സർവീസ് പയ്യാമ്പലം മുതൽ താഴെ ചൊവ്വ, പിന്നെ ചാലാട് മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെ. ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ സ്വന്തം ബസ്സിൽ യാത്ര ചെയ്യാൻ അന്നത്തെ കാലം. അന്നേരം പിന്നെ നമ്മൾ ബ്രൈറ്റ് റോഡ്വേസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ നമ്മൾ ബസ് ഇറക്കി. അച്ഛൻ സ്വന്തമായിട്ട് ബസ് ഇറക്കി. അച്ഛനും വേറെ പാർട്ട്ണർ ഉണ്ടായിരുന്നു. പിന്നെ 2 ബസ്സായാലും ഒരു ബസ് ഒരു പാർട്ട്ണർ എടുത്ത് ഒരു ബസ് അച്ഛനെടുത്തു. നിങ്ങൾ എത്ര മക്കളായിരുന്നു? നമ്മൾ 7 ആളാണ്. എത്ര ആണ്? എത്ര 3 ആണും 4 പെണ്ണും. താങ്കൾ എത്രാമത്തെ ആളാ? ഞാൻ മൂന്നാമത്തെ ആള്. എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ ജീവിതമൊക്കെ? എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ ബസ്സുകാർ എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും മോഹൻലാലിന്റെ സിനിമ പോലെയാണ്. വരവേൽപ്പ് പോലെയാണ് ശരിക്കും ബസ്സുകാരെ ഒരു ജീവിതം, ലൈഫ്. ബസ് മുതലാളി എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര അംഗീകാരമാണ്. ഒരു സമൂഹത്തിൽ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ആളുകളെ ആ ഒരു കാലഘട്ടത്തിൽ ബസ് മുതലാളിമാരായിട്ടുള്ളൂ. മുതലാളി എന്ന് വിളിക്കുന്നത് ബസ് മുതലാളിനെ മാത്രം ഞാൻ കണ്ടെടുക്കാം. മനസ്സിലായില്ല? അന്നേരം അന്ന് പിന്നെ നമ്മളെ സർവീസ് നടത്തുന്നത് നമുക്ക് കണ്ണൂർ പയ്യന്നൂർ, കണ്ണൂർ പുളിങ്ങം, കണ്ണൂർ പടന്ന, കണ്ണൂർ ചിറ്റാരിക്കൽ. എത്ര ബസ് വരെ ഉണ്ടായിരുന്നു? നമുക്ക് 4 ബസ് കമ്പനിക്ക് ഉണ്ട്. 4 ബസ്. അതെല്ലാം ലോങ് റൂട്ട് അല്ല, പിന്നീട് ലോങ്ങിലേക്ക് പോയി. പിന്നെ അനക്ക് സ്വന്തമായിട്ടൊരു ബസ്, ജ്യേഷ്ഠനൊരു ബസ്, അളിയനൊരു ലോറി. അതല്ല ഞാൻ പറഞ്ഞ ഈ വരവേൽപ്പ്. അങ്ങനെ അതാണ് നമ്മളെ ഒരു നമ്മൾ കാണുന്ന ജനിച്ചു വളരുന്ന ഒരു ജീവിതം. വീട്ടിൽ നിന്ന് തന്നെ വർക്ക്ഷോപ്പ്, വീട്ടിൽ നിന്ന് തന്നെ ഇഞ്ചിൻ സെറ്റ് ചെയ്യും. ഇഞ്ചിൻ സെറ്റ് ചെയ്യാനാണ് കോഴിക്കോട് വീട്ടിലാണ്. അന്നാ പിന്നെ നമ്മൾ ബ്രൈറ്റ് വില്ല ബ്രൈറ്റ് ബസ് തുടങ്ങിയ കുടുംബപേര് കൂവൻ താളി എന്നാണ്. കൂവൻ താളി വിജയൻ എന്നാണ് അച്ഛൻ. അമ്മയുടെ പേര് ദേവകി. ഈ സഹോദരങ്ങളൊക്കെ പ്രദീപൻ, ജ്യേഷ്ഠൻ ഈ ബസ് സർവീസ് തന്നെയായിരുന്നു. ഇതിൽ തന്നെ ഇതായിരുന്നു. ജ്യേഷ്ഠനായിരുന്നു നമ്മളെ പഴയ MP കുഞ്ഞമ്പോട്ടൻ, കെ കുഞ്ഞമ്പോട്ടൻ. ഒരു ബസ് ഉണ്ടായിരുന്നു വൃന്ദാവൻ എന്ന് പറയും. ആ ബസ് വിലക്ക് വാങ്ങിയത് ജ്യേഷ്ഠനാണ്. അതുപോലെ ആ വൃന്ദാവൻ ജ്യേഷ്ഠൻ സ്വന്താക്കി നടത്തി. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചത് പിന്നെ അഡ്വക്കേറ്റാണ്. പഴയ MBRന്റെ PS അഡ്വക്കേറ്റ് PM ഗോപാലിന്റെ മകളെ രഞ്ജിനി എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ ബാങ്കിൽ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർഡ് ചെയ്തു. മറ്റു സഹോദരങ്ങളൊക്കെ ഒരാൾ ദുബായിലാണ്. എൻ്റെ അനുജൻ. ഒരാൾ മെർമേഡ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 20 വർഷമായിട്ട് ദുബായിൽ ബിസിനസ് നടത്തുന്നു. എൻ്റെ മൂത്തത് എൻ്റെ സഹോദരിയാണ്. ഒരു കക്കാട് അടുത്ത ആള് പിന്നെ രേഖ എന്ന് പറഞ്ഞു ഒരു വീട്ടമ്മയാണ്. ഒരു അലവിൽ തന്നെയുള്ള ഒരു പിന്നെ ഒരു ടീച്ചർ CHM ടീച്ചറാന്ന് ഒരാൾ ഏറ്റവും ഇളയാള് കക്കാട് തന്നെ താമസം. പ്രബോധന്റെ പ്രൈമറി വിദ്യാഭ്യാസം വയനായി LP സ്കൂൾ എന്ന് പറയുന്ന ചെട്ടുപിടിയേക്ക്, അവിടെയാണ് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത്. 1ാം ക്ലാസ് അംഗൻവാടിയൊക്കെ അതിനോട് അന്നുണ്ടായിരുന്നു? അംഗൻവാടി ഇല്ല, ഡയറക്റ്റ് ഒന്നിച്ചായിരുന്നു. 4ാം ക്ലാസ് വരെയുള്ള പഠനകാലം എങ്ങനെ ഓർക്കുന്നത്? 4ാം ക്ലാസ് വരെയുള്ള പഠനം വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്കൂള്. ബെല്ലടിക്കുമ്പോ പോണ്ടു. പിന്നെ ടീച്ചേഴ്സും എല്ലാം നമ്മളെ പരിസരത്തുള്ള ആളുകളാണ്. പിന്നെ ചെറിയ സ്കൂളും വലിയ ഗ്രൗണ്ടുമാണ്. ഇന്ന് ഗ്രൗണ്ടാണ് ഇല്ലാത്തത്. കളിക്കാനും ചെറിയ സ്കൂളും വലിയ ഗ്രൗണ്ടുമായിരുന്നു. കളികൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ. മെയിനായിട്ട് ഫുട്ബോൾ. കണ്ണൂരിന് അങ്ങനെ ഒരു ഫുട്ബോളാണ് കണ്ണൂരിലെ. പിന്നെ നമ്മള് ഏറ്റവും വീട്ടിന്റെ അടുത്താന്ന് സർക്കസിന്റെ ഒരു ഈറ്റിൽ എന്ന് പറയുന്ന കിലേരി ബാബു കേട്ടിട്ടില്ല? കിലേരി ബാബുവിന്റെ വീട് നമ്മളെടുക്കുന്ന നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ്. അന്നേരം പിന്നെ ആ പ്രദേശത്തുള്ള എല്ലാവരും ആടെ തന്നെയാണ് പഠിച്ചത്. നമ്മളെല്ലാം കൂട്ടുകാരും അവിടെ തന്നെ. 4ാം ക്ലാസ്സിന് ശേഷമാണ് പിന്നെ ആള് ചെങ്ങനിപ്പടി സ്കൂൾ AKGന്റെ ഇടയ്ക്കുള്ള അവിടേക്ക് പോകും. മുനിസിപ്പൽ ഹൈസ്കൂളിലേക്ക് പോകും. ഞാൻ നേരെ മുനിസിപ്പൽ ഹൈസ്കൂളിലേക്ക് 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥി ഭയങ്കര സംഘർഷമാണ്. എങ്ങനെയാണ് ആ കാലത്ത് നമ്മളെല്ലാം 5ാം ക്ലാസ്സിൽ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ കത്തിക്കുത്തും അടിയും ചോരയും ഒളിപ്പിച്ച് പോകുന്ന ഡ്രസ്സെല്ലാം ക്ലാസ് റൂമിൽ തന്നെ സൂക്ഷിക്കുന്ന നമ്മളെ സീനിയേഴ്സിനെ നമ്മൾ കാണുന്നത്. അത്രയും സംഘർഷമാണ്. പാർട്ടി തന്നെയാണ്. SFI KSU തന്നെയാണ് അവിടെ. ആ കാലഘട്ടത്തിൽ SFI നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ആ ഇതിൽ ലീഡേഴ്സിലുള്ള ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു. കുറെ ആളുണ്ടായിരുന്നു. KSUവിന്റെ 2 രാജാട്ടനുണ്ടായിരുന്നു.
ഒരാൾ മരിച്ചു, താങ്കൾ ഒരാൾ എപ്പോഴാ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഞാൻ അവിടെ പിന്നെ 9th നിന്നാണ് ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആകുന്നത്, KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആകുന്നത്. വലിയ നമ്മളെ ഈ ബിസിനസ് കുടുംബമായിട്ട് വലിയ ഒരു പിന്നെ പാർട്ടിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ആ സമയത്ത് മാതാപിതാക്കൾക്കൊക്കെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അച്ഛൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധമില്ല, ബസ് നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ. ഏറ്റവും അധികം ബന്ധം പി ഭാസ്കരേട്ടനായിട്ട്, MLA ഭാസ്കരേട്ടൻ. നമ്മളെ വീടിന്റെ അടുത്താണ് പി ഭാസ്കരേട്ടൻ, ചെട്ടിപ്പടിയേക്ക്. പി ഭാസ്കരന്റെ കല്യാണത്തിന് പങ്കെടുത്തതാണ് നമ്മളെല്ലാം. നമ്മുടെ വീടിന്റെ നെയ്ബറാണ് ഭാസ്കരേട്ടൻ. അച്ഛന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പിന്നെ ഭാസ്കരേട്ടൻ. എന്താ ആവശ്യമുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി കാലഘട്ടത്തിൽ താങ്കൾ സംഘർഷത്തിൽ അക്രമത്തിന് ആരെങ്കിലും അടിക്കുക, സംഘർഷം നിരന്തരമായി കാണും. വേറെ എന്തെങ്കിലും കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കാം? നാടകത്തിലുള്ള നടനായിരുന്നു. ഏതായിരുന്നു നാടകം? അന്ന് നമ്മളെ യുവജനോത്സവം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. അതിനകത്ത് നാടകത്തിൽ പങ്കെടുക്കും. അതേ ഉള്ളൂ. പിന്നെ PT ഉഷ നമ്മളെ അതേ സ്കൂളിൽ നമ്മള് 8ാം ക്ലാസ് ചേരുമ്പോൾ PT ഉഷ കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിൽ ചേരുന്നു. എത്രാം ക്ലാസ്സിൽ? 8ാം ക്ലാസ്സിലേക്ക് നമ്മള് ഒരേ സ്കൂളിൽ ഒരേ ടൈം തന്നെ ഉണ്ടായിരുന്നു, സ്പോർട്സ് ഡിവിഷൻ. ഞങ്ങള് PT ഉഷയോടൊപ്പം പഠിച്ച ആളാണ്. ആ സൗഹൃദം എപ്പോഴും സൂക്ഷിക്കുന്നില്ല? അതൊന്നുമില്ല, സൗഹൃദമൊന്നുമില്ല. ഞങ്ങള് 150ാം വാർഷികത്തിന് വന്നിരുന്നു, കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ഒരു സ്പോർട്സ് ഡിവിഷൻ. 10ാം ക്ലാസ് വരെയുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വല്ല ഓർമ്മകളും ഉണ്ടോ? മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്ന് പറയുന്നത് ഇല്ല. അങ്ങനത്തെ സംഘർഷ ഇതിലേക്കൊന്നും പോയില്ല. നമ്മളെ വിദ്യാഭ്യാസം നമ്മൾ കഴിഞ്ഞാൽ നമ്മള് വേഗം തന്നെ നമ്മളെ ബസ് ഉണ്ടാവും, ആ ബസ്സുമായിട്ട് പോകും. ഞാൻ സ്കൂട്ടർ ഓട്ടുന്നതിന് മുന്നേ കണ്ണൂരിൽ ബസ്സാ ഓട്ടിയത് സ്വന്തമായിട്ട്. എത്ര വയസ്സിൽ? ഞാൻ SLC കഴിയുമ്പോ തന്നെ രാത്രിയാകുമ്പോ നമ്മൾ ഇതെടുത്ത് ചുറ്റും കണ്ണൂരിൽ. അങ്ങനെ അപ്പൊ സ്കൂട്ടർ ഓടിക്കുന്നതിന് മുമ്പ് ബസ് ഓടിച്ച പാരമ്പര്യം. 10ാം ക്ലാസ്സിന് ശേഷം പ്രമോദ് എങ്ങോട്ടാണ് എന്ന് ചോദിക്കാം. എങ്ങനെയാണ് പ്രമോദ് 10ന് ശേഷം എന്തായിരുന്നു പരിപാടി? ഞാൻ എൻ്റെ ഏറ്റവും വലിയ എന്നോട് എൻ്റെ പ്രധാന അധ്യാപകൻ എന്നോട് ചോദിച്ചു, പ്രമോദ് ആരാകണമെന്ന് ആഗ്രഹം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു 6 7 എത്തുമ്പോൾ 7ാം ക്ലാസ് ചോദിക്കാൻ തുടങ്ങും. അതുപോലെ എൻ്റെ അടുത്തുള്ള DMOന്റെ മകനുണ്ടായിരുന്നു, കുറെ റെയിൽവേ എഞ്ചിനീയേഴ്സിന്റെ മകനുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. മുനിസിപ്പൽ സ്കൂളിൽ അന്ന് അത്രയും ഇതാണ്. അവർ ഓരോരുത്തരും ഡോക്ടറാണെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എനിക്ക് ഡ്രൈവർ ആയാൽ മതി. അവര് ഗോലം സാറാണ്. സാർ ചോദിച്ചു, എന്ത് പറയുന്നത്, എനിക്ക് എല്ലാവരും ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഇതെല്ലാം നീന്ത? ഞാൻ പറഞ്ഞു, എനക്ക് എൻ്റെ അച്ഛന്റെ ബസ്സിൽ ഡ്രൈവർ ജോലി ചെയ്യണം മതി എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. എന്നെ പുറത്ത് കെട്ടി ഇതായി. ഞാൻ അതിനുശേഷം പലയാളെയും കണ്ടു. ഒരാൾ ഡോക്ടറായി, ഒരാൾ എഞ്ചിനീയറായി. ഞാൻ ഉദ്ദേശിച്ചതിൽ, ഞാൻ ഡ്രൈവറാകാൻ ഉദ്ദേശിച്ചതിലും മുകളിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് എന്റെ യാത്ര. അന്നേരം ഡ്രൈവർ സ്വപ്നമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോയിരുന്നു? ഇല്ല, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു, എല്ലാവരും ബസ്സും കൊണ്ട് നടക്കണ്ട, നീ ദുബായി പോകണമെന്ന് പറഞ്ഞു. അന്നേരം ദുബായി പോകാൻ എന്താന്ന് പെട്ടെന്ന് ഒരു വിസ കിട്ടാൻ അച്ഛൻ ആലോചിച്ചിട്ട് പറഞ്ഞു, നീ ടൈലറിങ് ഞാൻ ഒരു സ്ഥലത്ത് പറയാം, നീ അവിടെ പോയിട്ട് 2 കൊല്ലം അല്ല 1 കൊല്ലം നീ ടൈലർ എല്ലാക്കണം. അവിടെ സ്റ്റേഡിയം കോംപ്ലക്സിൽ ബോബി ടൈലേഴ്സ്, തങ്ങൾ ട്രാവൽ ഏജൻസിന്റെ തൊട്ടിട്ട് അവിടെ അന്ന മൂന്നാട്ടിനെ ഏൽപ്പിച്ചു. മൂന്നാട്ടൻ ഞാനാണ് ഇത്ര അന്ന മാനേജറാക്കി. അച്ഛനായിട്ട് നല്ല ബന്ധമില്ല. പിന്നെ നമ്മൾ അളവെടുക്കല്, ചെറിയ ബട്ടൺ വെക്കല്. അന്നേരം കണ്ണൂരിൽ ഒന്നാമതായിട്ട് ഈ ഓൾസ് എടുക്കുന്നില്ല, ഈ ഷർട്ടിന്റെ ബട്ടൺസിന്റെ, അത് മൂന്നാട്ടിന്റെ എടുക്കുക ഫസ്റ്റ് വന്ന ടൈമാണ്. എത്രയോ അന്നേരം ഈ മേഖലയിൽ ഇത്രയും ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉദാഹരണത്തിന് അങ്ങനെ 1 വർഷം അവിടെ നിന്ന് അച്ഛനൊരു വിസ സംഘടിപ്പിച്ചു. സംഘടിപ്പിച്ചിട്ട് വന്ന് ദുബായിലേക്ക് നമ്മളിടുന്ന യാത്രയപ്പെല്ലാം വാങ്ങിച്ച് ആളെടുക്കുന്ന യാത്ര. 18 വയസ്സ് പാസ്പോർട്ട് കിട്ടി. അതിന്റെ ഒരു 3 മാസത്തിനുള്ളിൽ ദുബായിലേക്ക് പോകാൻ വേണ്ടി ബോംബെ പോയി. ഇന്റർനാഷണൽ ഞാൻ എന്നെ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വർക്കിന്റെ ലേബറായിട്ട് ഞാൻ ഇത് വായിച്ചു നോക്കുമ്പോൾ പറഞ്ഞത് പിന്നെ പെപ്സിക്കോളന്റെ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. പറഞ്ഞിട്ട് പൈസ ബാറ്റിയ ട്രാവൽസ് നരിമാൻ പോയിന്റ്. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ഫോണൊന്നും വീട്ടിൽ ഫോണില്ല, നമുക്ക് പെട്രോൾ പമ്പ് ജയപ്രകാശ് പെട്രോൾ പമ്പ് അവിടെയാണ് നമ്മള് ബസ് അവിടെ വെക്കുന്നുണ്ട്. വൈകുന്നേരം അച്ഛൻ അവിടെ ഉണ്ട്. അവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇത് എല്ലാം സർദാർജികളും വലിയ ആൾക്കാരുള്ള, ഞാൻ മാത്രമേ അവിടെ നീ പോണ്ട, നീ അവിടെ വെയിറ്റ് ചെയ്യാം. സേതു എന്ന് പറഞ്ഞ ഏജന്റ് ഉണ്ട്, ഓരോ വിളിച്ചു പറഞ്ഞു. ഞാനവിടെ 1 കൊല്ലം നിന്നു. എവിടെ? ദുബായിൽ? അല്ല, ദുബായി പോയില്ല, ബോംബെ.
അവിടെ ഇങ്ങനെ ഡീലക്സ് ലോഡ്ജ് ഉണ്ട് കലട്രാജിന്റെ. അന്നേരം ഡോങ്ക്രിയിൽ താമസം അന്തേരിയാണ്. അന്തേരി ഈസ്റ്റ് നിന്ന് ട്രെയിൻ കയറും, ഇവിടെ ഇറങ്ങും. ഇവിടെ എല്ലാം ഒന്ന് കുറെ സമയം സംസാരിച്ച ആളെല്ലായിട്ട് എല്ലാ മലയാളീസും ഒന്നും അവിടെയാണ് കേന്ദ്രമാണ്. അവിടുന്ന് തിരിച്ച് രാത്രിയാകുമ്പം പോകും. അങ്ങനെ ഒരു വർഷം അവിടെ നിന്നിട്ടും ഇത് വിസ മാറി വരും, മാറ്റി കിട്ടിയില്ല. വയ്യ, ഞാൻ പറഞ്ഞ ഇനി എനക്ക് അവിടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന് എനക്ക് പൈസ ഏജന്റ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവർ ആഗ്രഹം ഡ്രൈവറാണ്, അച്ഛന്റെ ആഗ്രഹം ടൈലറാണ്. പിന്നെ അതിന് ദുബായ് ഗൾഫിലേക്ക് അയക്കാൻ നോക്കി, തിരിച്ചിങ്ങ് വന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ ഡ്രൈവർ കുറച്ച് റിസ്ക് ഉള്ള ജോലിയാണ്. അതുകൊണ്ട് ബസ് എന്ന് പറയുന്നത് നമുക്ക് അന്നേ ഭയങ്കര റിസ്ക് ഉള്ള, ഇന്നത്തെ പോലത്തെ റോഡും ഇല്ല. ഈ എന്താ പറയണ്ടേ, നമ്മളെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്. ഇന്ന് സോഫ്റ്റ് ഡ്രൈവിംഗ് നമ്മൾ നെഞ്ഞ് ഇതായിപ്പോ. ഞാൻ കണ്ടക്ടർ ലൈസൻസിന് കൊടുത്തു, കണ്ടക്ടറായി. പിന്നെ നമ്മളെ ബസ്സിൽ കണ്ടക്ടറായി. ഡ്രൈവറാകാൻ മോഹിച്ചു, ടൈലറാകാൻ പിതാവ് ആഗ്രഹിച്ചു, ഒടുവിൽ കണ്ടക്ടർ. എത്ര കാലം കണ്ടക്ടർ പണി? ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടും 2 വർഷം വരെ ഞാൻ കണ്ടക്ടർ. ഈ KSU കാലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മണ്ഡലം ഭാരവാഹിയായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നു നമ്മുടെ നാട്ടിൽ ഉഴാതി. പിന്നെ അവിടുന്ന് ഞങ്ങൾ വിട്ട് ഞങ്ങൾ ലീഡർഷിപ്പിലാരുണ്ട്. അന്ന് NR-ഉം KJ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, SR പിന്നെയല്ലേ KJ തോമസ് യൂത്തിന്റെ പ്രസിഡന്റ്, KE ഗസ്റ്റ് ഹൗസ് അങ്ങനെ ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് പോകുന്ന ടൈമിൽ യൂത്ത് കോൺഗ്രസിലേക്ക് പിന്നെ വന്നു. അതൊരു മണ്ഡലം ഭാരവാഹിയായിട്ട് മാത്രം നിന്നു. പിന്നെ ഞാൻ പ്രധാന ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു പൊളിറ്റിക്സിൽ? അന്ന് നമുക്ക് വെറും മീറ്റിംഗിൽ പങ്കെടുക്കൽ മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായ ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ 1993 ഞാൻ പെട്ടെന്ന് ബ്ലോക്ക് പ്രസിഡന്റായി. ഒരു നിയോജക മണ്ഡലത്തിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റാണല്ലോ എടുക്കാൻ വേണ്ടി. പക്ഷെ എല്ലാവരും ധൈര്യം തന്നു. ഒന്ന് BN നാരായണൻ, സജീവ് മാറവിളിയെല്ലാം ധൈര്യം തന്നു. തന്നെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നത് KC വേണുഗോപാല. KC വേണുഗോപാല അന്ന് സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കണ്ണൂരിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കെ സുധാകരൻ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ കോൺഗ്രസിലേക്ക് വരാൻ പ്രധാന കാരണം കെ സുധാകരനാണ്. കെ സുധാകരന്റെ പ്രസംഗങ്ങളാണ്. നമ്മളെ കെ സുധാകരന്റെ തീപ്പൊരി പ്രസംഗം എവിടെ കണ്ണൂരിന്റെ പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം. താങ്കളൊരു CPM-നോട് അന്ന് ഉള്ളിന്റെ ഉള്ളിൽ എതിർപ്പൊക്കെ ഉണ്ടാകാൻ മാത്രം രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടോ താങ്കൾ? ഇല്ല. സുധാകരന്റെ പ്രസംഗം നമ്മളെ ആവേശം കൊള്ളിച്ചു, വേർപ്പെല്ലാം തുടച്ച് നല്ല ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൊയിലിന്റെ അടുക്ക ഞങ്ങൾക്ക് അന്ന് ബസിന്റെ ഓഫീസും ജപം ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷനിൽ ബസ് വ്യവസായം ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിലാണ്, ഒരു ഒത്തുതീർപ്പിലാണ് നമ്മൾ സുധാകരനെ പരിചയപ്പെടുന്നത്. അത് തന്നെ കോഴിക്കോടുള്ള ഒരു പാർട്ടിക്ക് ഒരു ബസ് വിറ്റു. സുധാകരൻ അദ്ദേഹം ഫുൾ പൈസ തന്നില്ല, പക്ഷേ എങ്കിൽ ഭരണ ഡേറ്റിനും പൈസ തന്നില്ല. സുധാകരൻ ഒരു കത്ത് കൊടുത്തയച്ചു, ഇവരെ ബസ് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ബസ് വിട്ടുകൊടുത്താൽ പിന്നെ പൈസ കിട്ടൂല. അതുകൊണ്ട് എന്നോട് പോയിട്ട് സുധാകരനെ കാണാൻ പറഞ്ഞു. അന്ന് ഗോയിനാട്ടൻ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റൈലിൻ്റെ തോട്ടടക്ക് അവിടെ ഇത്ര മണിക്ക് പോകുമ്പോൾ ഞാൻ സുധാകരനെ കണ്ടു. സംഗതി പറഞ്ഞു, കൊടുത്താൽ പിന്നെ നമുക്ക് പൈസക്ക് പിന്നെ കോഴിക്കോട് വരെ പോകേണ്ടി വരും, ബസ് ഇവിടെ ഓടാണ്ട് ഗ്യാരേജിൽ വെക്കാം, നമുക്ക് ഇത് പൈസ തന്നിട്ടേ കൊടുക്കാൻ പറ്റും. അദ്ദേഹം മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ അങ്ങനെ ചെയ്താൽ മതി, അച്ഛനോട് അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു വണ്ടി ഓടണ്ട, ഗ്യാരേജിൽ കയറ്റി. 2 ആഴ്ച കൊണ്ട് കോഴിക്കോട് വന്ന് പൈസ തന്നു. സുധാകരനെ കണ്ട ആദ്യം അന്നാണോ കാണുന്നത്? അന്ന് കാണുന്നത് വ്യക്തിപരമായ ഒരു സൗഹൃദം അന്നാ ഉണ്ടാകും. പിന്നെ കണ്ണൂർ DCCയിൽ നമ്മളിങ്ങനെ ഫ്രീ ആകുമ്പോൾ ഈ നമ്മൾ പോയിരിക്കുമ്പം ഇടയ്ക്ക് വരും. എല്ലാം പിന്നെ സംഘർഷ കാലഘട്ടമാണല്ലോ. അപ്പൊ ആ സംഘർഷ കാലഘട്ടത്തിൽ ഈ സുധാകരനായിട്ട് സൗഹൃദം കൂടി വന്നപ്പോൾ അതിനകത്തൊക്കെ ഇൻവോൾവ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടായോ? ഇല്ല. അത് പിന്നെയാണ് ഇൻവോൾവ്മെന്റ് പിന്നെ വരുന്നതാണ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കഴിഞ്ഞതിന് ശേഷം അത് 10 വർഷം ബ്ലോക്ക് പ്രസിഡന്റ് ഏറ്റവും അധികം ആസ്വദിച്ച് വർക്ക് ചെയ്തത് യൂത്ത് കോൺഗ്രസിൽ. എന്തൊക്കെ പ്രവർത്തനം അന്ന് നടത്തി? ഞങ്ങൾ അന്നും ജീവകാരുണ്യത്തിൽ എന്തൊക്കെയാ ചെയ്തത്? ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന യൂണിഫോം വർക്ക് രാജീവ് ഗാന്ധിന്റെ ജന്മദിനത്തിൽ ചേംബർ ഹാളിൽ വെച്ച് ഞങ്ങൾ അതിനൊരു തുടക്കം കുറിച്ചിരുന്നു.
എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായി? എന്ന് വെച്ചാൽ ഈ കണ്ണൂർ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അന്ന് നമ്മളെ വൈസ് പ്രസിഡന്റ് ഒരു UK ദിവാരൻ മാസ്റ്റർ ഉണ്ട്. അദ്ദേഹം എന്നോട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഈ വിദ്യാലയങ്ങളിലുള്ള കുട്ടികൾ പകുതിയും യൂണിഫോം ഇടാണ്ട വരുന്നത്, ഒരു യൂണിഫോം കഴുകി വൃത്തിയാക്കിയിട്ടല്ല വരുന്നത്. അന്നേരം നമ്മൾ അതിനെപ്പറ്റി നമ്മളായിട്ട് ബന്ധമുള്ള കുറച്ച് വിദ്യാലയങ്ങളിൽ അധ്യാപകരായിട്ട് വന്നപ്പോൾ എല്ലാവരും ഇതാണ് അവസ്ഥ. ഞങ്ങളൊരു ഫോറം അടിച്ചു കൊടുത്തു. അതിൽ മാസവരുമാനവും ആളെ ഒരു ഡീറ്റെയിൽസും കൊടുക്കുന്നതിനിടയ്ക്ക് ഒരു ഡാറ്റ വേണമല്ലോ. അന്നേരം നമ്മളത് മനസ്സിലാക്കിയാലും തന്നതെല്ലാം കറക്റ്റാണ്. എല്ലാം അർഹതപ്പെട്ടോട്ട് ഈ നാട്ടിലുണ്ട്. അങ്ങനെ 500 പേർക്കെന്നാ തുടങ്ങുന്നത്. അത് പിന്നെ 2500 കുട്ടികൾക്ക് എത്തി. 2500 കുട്ടിക്ക് ഇന്നും നമ്മളെ പിന്നെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് അറിയുന്ന എത്രയോ വിദ്യാർത്ഥികൾ നമ്മൾ യൂണിഫോം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വാങ്ങിയ കുട്ടികളുണ്ട്. നമ്മൾ 14 വർഷം കൊടുത്തു. 14 വർഷം കൊടുത്തു. ഞങ്ങൾ അന്ന് തന്നെ സർക്കാരോട് പറഞ്ഞിരുന്നു, മാറി മാറി വരുന്ന ഇത് സർക്കാർ കൊടുക്കേണ്ടതാണ് ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേ നിവേദനങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ പിന്നെ മാറി മാറി വന്ന സർക്കാർ, ഈ LDF സർക്കാരാണെന്ന് തോന്നുന്നു അതിന് തുടക്കം കുറിച്ചത്. സൗജന്യ യൂണിഫോം തുടങ്ങി കാര്യങ്ങളെത്തി. അന്ന് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തു. സർക്കാർ പിന്നെ നമ്മളെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടം തുടങ്ങിയത് ഞാൻ പിന്നെ ട്രസ്റ്റിലേക്ക് മാറ്റി, പിന്നെയും അത് തുടർന്നു. അതാണ് ആ കാലഘട്ടം. അതാണ് ഏറ്റവും ആസ്വദിച്ച കാലഘട്ടം. എങ്ങനെയാണ് പ്രമോദ് ഈ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി അതായിരുന്നു? അതിനുശേഷം പിന്നെ എങ്ങോട്ടാണ്? അതിനുശേഷം പിന്നെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡയറക്റ്റ് ജില്ലാ സെക്രട്ടറി ആയത് 2 പേരെ ഉണ്ട്. കേരളത്തിൽ മൊത്തം തർക്കമുണ്ടായ വിഷയമാണ്. ഞാനും പാലക്കാട് ഒരു ജമാനും. അന്നത്തെ കാലത്ത് DCC ഭാരവാഹിയാവുക എന്നെല്ലാം പറയുന്നത് വലിയ കാര്യം. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കെ സുധാകരൻ കഴിഞ്ഞ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റിയിലാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഞാൻ 10 വർഷത്തിൽ നടത്തിയ പ്രധാന പ്രവർത്തനങ്ങളുണ്ട്. ഒരു ജനറൽ സെക്രട്ടറിമാർക്ക് വലിയ റോളില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസിഡന്റ് പാർട്ടിയാണ്. പ്രസിഡന്റാണ് ഡിസിഷൻ മേക്കർ. നമുക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ല. ലീസ്റ്റ് ഇട്ടേരുന്നടക്കം പോയി സംസാരിക്കുക എന്നല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള ഇത് ഒരു ജനറൽ സെക്രട്ടറിമാർക്കും ഇല്ല. ചെയ്താൽ പാർട്ടി വിരുദ്ധമാവും. അത് പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന പ്രസിഡന്റാണ്, അല്ലെങ്കിൽ DCC ആണ്. ഒരു ജില്ലാ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം കൂടിയിട്ട് അന്നാടത്ത് പറഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് ഇവിടെ ബോർഡ് വെക്കും. ബോർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് അല്ല, നമ്മൾ തുണിയടിച്ച് കളറ് വാങ്ങിച്ച് അതിന്റെ നമ്മളെ കൂട്ടത്തിൽ തന്നെ നല്ല ആർട്ടിസ്റ്റുമാരുണ്ട്, അവരെ കൊണ്ട് എഴുതി പിറ്റേന്ന് നമ്മൾ ചെയ്യും. ഇന്ന് അരമണിക്കൂർ കൊണ്ട് ഇത് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടാണ് ചുമരെഴുത്ത്. DCC സെക്രട്ടറി ആയിരിക്കുമ്പോൾ കാലഘട്ടത്തിലെ പ്രധാന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു ഓർമ്മയിൽ? ഈ സേവറി സംഭവം കാലഘട്ടത്തിലാണോ? അല്ല, യൂത്തിലുള്ള കാലത്ത്. ആ കാലഘട്ടത്തിലേക്ക് ബുദ്ധിമുട്ടി പോയിട്ടുണ്ടോ സേവറി ആക്ഷൻ? കണ്ണൂരിലെ 3-4 ദിവസം ഹർത്താൽ, സ്ഥിരം കൊലപാതകങ്ങൾ 1, 2, 3. അന്നേരം നമ്മള് താമസിക്കുന്ന തളാപ്പിലാണ്. CPM ഓഫീസിന്റെ കുറച്ചപ്പുറം തളാപ്പ് മിക്സഡ് UP സ്കൂളിന്റെ കോമ്പൗണ്ടിലെ നമ്മളെ വീട്. അന്നേരം DCC ഓഫീസിൽ 1-2 ആളെ ഉണ്ടാവും. അവർക്കുള്ള ഭക്ഷണം, അവർക്ക് അവിടെ പോയി നിൽക്കല്, നമ്മളെല്ലാം ശ്രദ്ധിക്കലെല്ലാം നമ്മളെ ജോലിയാണ്. ഇഷ്ടംപോലെ ആളെ പരിക്ക് പറ്റി ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവരും, അതിന് പോയി നോക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ വരാനും പോകാനും ആയിരിക്കും ദൂരത്തുള്ള ഒരു ആളുകൾക്കിടെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ, ഭാരവാഹികൾക്കൊന്നും. പരിസരത്തുള്ള കൂട്ടർക്കല്ലേ പറ്റും. അതുകൊണ്ട് എന്നും അതിന് നമ്മൾ ഞാൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ലാന്ന് നമ്മള് ലൈവായിട്ട് എല്ലാ സമയത്തും. അന്ന് ഏറ്റവും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു സംഘർഷ ദിനങ്ങൾ വല്ല ഓർമ്മയുണ്ടോ? മനസ്സിൽ വല്ലാതെ വേദന ഉണ്ടാക്കിയ ഏതെങ്കിലും ദിനങ്ങളോ സംഭവങ്ങളോ ഒക്കെ? സംഘർഷങ്ങളെല്ലാം വേദന ഉണ്ടാക്കുന്നത്. എന്നാലും പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നത്? ഇപ്പൊ സജിത് ലാൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഓർമ്മകളുണ്ടോ? സജിത് ലാല് പിന്നെ സജിത് ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടക്ടറായിട്ട് പണിയെടുക്കും, ബസ് പണിയെടുക്കും, സ്ഥിരമായിട്ട് നമ്മളെ ബസ്സിലെ ഇതാണ്. പിന്നെ അജി എന്ന് പറയുന്നത് പിന്നെ 2 വർഷത്തോളം നമ്മളെ വീട്ടിലാണ് താമസിച്ചത്. അജി ഇവന്റെ ബ്രദർ DCC കെ സുധാകരന്റെ സെക്രട്ടറിയാണ്. അന്ന് DC ഓഫീസിലായിരിക്കും പിന്നെ താമസമില്ല. അന്നേരം നമ്മളൊരു സിസ്റ്റർ വീടുണ്ടായിരുന്നു, അവിടെയാണ് ഇവൻ താമസം. ഇവന്റെ താമസിക്കാൻ ഒറ്റക്ക് നിൽക്കുന്നതിന് ബദൽ ഞാനും പോയി നിൽക്കേണ്ടി വരും. നമ്മളെ അമ്മയാന്ന് ഭക്ഷണം ആക്കിയിട്ട് തരുവാ ഇവൻ രാത്രി കൊണ്ടുപോകാൻ വേണ്ടി. അന്നേരം ആ ഫാമിലി ആയിട്ട് കൃഷ്ണാട്ടനായിട്ട്
സിസ്റ്ററായിട്ടും എല്ലാവരുമായിട്ടും നല്ല അമ്മയായിട്ടും എല്ലാം നല്ല ബന്ധം. ഏത് കാലത്താണ് ഈ DCC സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം? അല്ല, അന്നേരം ട്രസ്റ്റ് ലൈവായി എപ്പോഴാണ് 2001 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചു കണ്ണൂരിൽ 2001. ഞാൻ അതിന്റെ പ്രചരണ കമ്മിറ്റി ചെയർമാനാണ്. അന്നേരം പിന്നെ ശരിക്കും സോണിയാഗാന്ധിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടത്. ചില എന്തായിരുന്നു പരിപാടി? ജില്ലാ സമ്മേളനം, കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനം, സമാപന സമ്മേളനം, റാലിയെ അഭിസംബോധന അല്ല, സോണിയാന്ന് വരേണ്ടത്. നമ്മളെല്ലാവരുടെയും ബോർഡ് വെച്ചതും പോസ്റ്റർ അടിച്ചതും സോണിയാഗാന്ധിന്റെ. 3 ദിവസം മുന്നേ സോണിയാഗാന്ധിക്ക് വരാൻ പറ്റില്ല, പ്രതിപക്ഷ ഉപനേതാവ് മാധവറാവു സിന്ധ്യയാണ് വരുന്നതെന്ന് പറയുന്നു. അദ്ദേഹം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു മംഗലാപുരാന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നു. അന്നേരം വിനയകുമാർ സുർക്കെ MP ഇല്ലേ, വിനയകുമാർ സുർക്കെ അദ്ദേഹമാണ് റിസീവ് ചെയ്ത് കൂട്ടിട്ട് വരുന്നത്. PP ലക്ഷ്മണനാണ് ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടുന്നെല്ലാം ചെയ്യുന്നത്. അന്നേരം ലേറ്റായി പരിപാടി, എയർപോർട്ടിൽ നിന്ന് വരുന്ന ലേറ്റ്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കേരളത്തിലെ മുഴുവൻ ലീഡേഴ്സും ഉണ്ട് ആ പരിപാടിയിൽ. എല്ലാവരും അതിന്റെ ഫോട്ടോ ഇപ്പോൾ നമ്മളിക്കുന്നുണ്ട്. ഗംഭീര പ്രസംഗം. കണ്ണൂരിനെ അറിയുന്ന, കേരളത്തിനെ പറ്റി കൂടുതൽ അറിയുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ, ടെക്സ്റ്റൈലും നമ്മുടെ ടൂറിസവും നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് അന്ന് മാധവറാവു സിന്ധ്യ അവിടെ സംസാരിച്ചു. അന്ന് മാസ്കോട്ട് ബീച്ച് റിസോർട്ടിലാണ് താമസം. കൂടെ തന്നെ ഉണ്ട്. ഞാൻ PP ലക്ഷ്മണനൊപ്പം പോയി കണ്ടു. നമുക്ക് വന്നു കണ്ടു കീഴടക്കി എന്നെല്ലാം പറയുന്ന പോലെ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നമുക്ക് ഒരാൾ സംസാരിക്കും, ക്യാരക്ടർ ഇഷ്ടപ്പെടുകയുള്ളൂ. ആ ക്യാരക്ടർ നമ്മളെ മനസ്സിൽ പതിഞ്ഞു. അദ്ദേഹം പിറ്റേന്ന് പോയി. ഇത് മെയ്യിലാണ്. സെപ്റ്റംബർ 30 വിമാന അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അന്ന് മുതൽ നമുക്ക് കണ്ണൂരിനൊരു ബന്ധം ഉള്ളത് കൊണ്ട് നമ്മളെ അനുശോചനം ഇതെല്ലാം DCC എല്ലാം ചെയ്തു. പക്ഷെ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉടലെടുത്തു. അതായത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടിയിട്ട് വരും, നമുക്കൊരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങാം. അന്നേരം എല്ലാവരും പേര് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി അങ്ങനത്തെ പേരാണല്ലോ നമ്മളെ എപ്പോ അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇഷ്ടം പോലെ പേരുണ്ട്, നമുക്ക് മാധവറാവു സിന്ധ്യന്റെ പേര് അവരുടെ രാജകുടുംബാന്ന് അവിടുന്ന് പെർമിഷൻ വാങ്ങേണ്ടി വരും. നമ്മൾ കേരളത്തിൽ ഒരു കണ്ണൂർ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങുന്നതിന് പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അന്നേരം പിന്നെ ആലോചിക്കാം. അങ്ങനെ പേര് സെലക്ട് ചെയ്തു, മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. 1ാം ചരമവാർഷികം അദ്ദേഹത്തിൻ്റെ 2002 സെപ്റ്റംബർ 30 IMA ഹാളിൽ വെച്ച് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് DCC പ്രസിഡന്റ്, അദ്ദേഹമാണ് ഉദ്ഘാടനം. ഞങ്ങളെ മനസ്സിൽ ആസ്പത്രിയൊന്നുമില്ല, ഞങ്ങളെ മനസ്സിൽ യൂണിഫോം ഉണ്ട്, അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. ആംബുലൻസ് സർവീസ് ആരംഭിക്കണം. കേസുകാർ മന്ത്രിയാണ്. കേസുകാരനെ കൊണ്ട് അതിൻ്റെ എല്ലാം പറഞ്ഞ് നമ്മൾ അതിനുള്ള തുടക്കം അങ്ങ് കുറിക്കുമ്പം ഒരു പത്രപരസ്യം കാണുന്ന കണ്ണൂരിലൊരു ആശുപത്രി നടത്താൻ കൊടുക്കാനുണ്ട്. അത് പഴയ നമ്മളെ സഞ്ജീവിനി കലക്ടർ വീടിന്റെ മുന്നിൽ. അന്നേരം അനക്കെ ആസ്പത്രിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ 15 വർഷം കണ്ണൂർ ഗവൺമെന്റ് ആസ്പത്രിയിലെ HDC മെമ്പറായിരുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സായി, അവിടുത്തെ സ്റ്റാഫായി നല്ല ബന്ധമുണ്ട്. സൗജന്യ ഭക്ഷണം എങ്ങനെയാ? അത് ഇതിലേക്ക് വരാം. അന്നേരം നമ്മൾ അതിന്റെ ഓണറെ കണ്ടു തരാന്ന് പറഞ്ഞു. മാസവാടക 75,000 രൂപ. പക്ഷെ അവിടെ ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടിക്ക് അന്ന് തന്നെ ഏകദേശം 1,75,00,000 ഇല്ലാണ്ട് ഇതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആലോചിക്കുമ്പോൾ പൈസ പിരിക്കാം, കുറച്ച് പൈസയുള്ള ആളെടുക്കുന്ന കളക്ട് ചെയ്യാം, അവർക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കാന്നെല്ലാം വെച്ച് അതെല്ലാം ചെയ്ത് നമ്മൾ ആസ്പത്രിൻ്റെ വർക്ക് തുടങ്ങി. അഡ്വാൻസ് കൊടുത്തു, വർക്ക് തുടങ്ങി, എല്ലാവരും സഹായിച്ചു. ആസ്പത്രി കേസുകാരൻ അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ 2003 ഉദ്ഘാടനം ചെയ്തു. 2003 ഒരു വർഷം കൊണ്ട് ആസ്പത്രി ഉദ്ഘാടനം ചെയ്തു. പേര് കൊണ്ട് ഇതങ്ങ് സക്സസ് ആയി. അങ്ങനെ ഒരു പേര് ഇന്ത്യയിൽ ഇല്ല. ഈ പേര് പറയുമ്പോൾ ആൾക്ക് ഒരു സ്ട്രൈക്ക് ചെയ്യും. ഇതെങ്ങനെ ഈ പേര് പുതിയ SP പുതിയ കളക്ടർമാരെല്ലാം വരുമ്പോൾ ചോദിക്കും, ഈ പേര് കുറെ രാജകുടുംബത്തിന്റെ ട്രസ്റ്റിന്റെ ആണോ ഇത്? നിങ്ങൾക്ക് കോടികൾ രാജകുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയായിട്ട് സംസാരിച്ചു.
രമേശ് ചെന്നിത്തലാജി നമ്മുടെയൊക്കെ പറഞ്ഞിട്ട് കത്ത് തന്നിട്ട് നമ്മൾ പോയി കണ്ട്, അന്ന് കോൺഗ്രസിലുള്ള സമയത്ത് വ്യോമയാന സഹമന്ത്രി ആൻ്റെ ആണെന്ന് തോന്നുന്നു, ഞാൻ ഓഫീസ് കണ്ണൂരിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നോക്കിയിരുന്നു. പിന്നെ അദ്ദേഹം പാർട്ടി മാറിപ്പോയാലും പിന്നെ നമ്മൾ അതിലേക്ക് പോയില്ല. അറിയാം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ആ ഹോസ്പിറ്റലിൽ തുടങ്ങി, ട്രസ്റ്റിന്റെ കീഴിൽ ഹോസ്പിറ്റൽ പ്രഥമ പ്രസിഡന്റ് താങ്കളാണ്. അത് മരണം വരെ ഞാൻ തന്നെ. അത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഒരു ബൈലോ അന്ന് MP രാഘവൻ ആ ബൈലോ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തതാണ്. പിന്നെ അവിടെ പല ഇതും നടന്നു. ഇവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എത്ര പേരുണ്ട്? ഇതിൽ 5000 രൂപയാണ് മിനിമം ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് 270 ആളുണ്ട്. 1 ലക്ഷം രൂപ വരെ തന്നാണ്. 270 ആളുണ്ട്. പരമാവധി 1 ലക്ഷം വരെ. 1 ലക്ഷം. വലിയ ബാധ്യത ഇല്ല, ഒന്നുമില്ല, അങ്ങനെയില്ല. പിന്നെ ഞങ്ങൾ ഈ ഗവൺമെന്റ് ആസ്പത്രി ആണല്ലോ നമ്മളൊരു ആസ്പത്രി തുടങ്ങാൻ വേണ്ടി നമ്മള് പ്രചോദനമായത്. അവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ അവിടെ സൂപ്രണ്ടോട് സംസാരിച്ചു. സൂപ്രണ്ട് അന്ന് RMO 3 സാറാണ്. RMO എന്ന് പറഞ്ഞാൽ 24 hours അവിടെ തന്നെ. വേറെ ഒരു സ്ഥലത്തും പോയില്ല. അത് തന്നെയാണ് മൂപ്പറ സംസാരിച്ച്. അന്നേരം നമ്മൾ ഇങ്ങനെ സൗജന്യ ഭക്ഷണം പെർമിഷൻ തന്നു. നമുക്ക് സൗജന്യ ഭക്ഷണം മദർ ഇന്ത്യ ട്രസ്റ്റിന് രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്കില്ല കേട്ടാ, രോഗികൾക്ക്. എത്ര വർഷം കൊടുത്തു? അത് നമ്മള് 13 ഡിവൈഎഫ്ഐ വരുമ്പോ ഞാൻ വിനീഷോട് പറഞ്ഞു, വിനീഷ് ഡിവൈഎഫ്ഐ വന്നിട്ട് നമ്മൾ കൊടുത്തു. അന്നേരം ജനം ഇത് പരിശോധിക്കാൻ തുടങ്ങി. ഇതിൽ നല്ലത് ഏത് മോശം ഏത് വേസ്റ്റ് കൂടാൻ തുടങ്ങി. അപ്പൊ നിർത്തി. അത് ഞാൻ പറഞ്ഞു, അത് ഒരു ഫുഡ് ഞാൻ എത്രയാണോ IP ഞങ്ങൾ ഡെയിലി അല്ല, ഡിവൈഎഫ്ഐ ഡെയിലിയാണ്. ഞങ്ങൾ ആഴ്ചക്ക് ഒരു ദിവസം. അങ്ങനെ 15 വർഷം കൂടും. 14 വർഷം. എപ്പോഴാണ് ഈ ഗാന്ധിജിയുടെ പുസ്തകം, ഈ യൂണിഫോം ഓക്കെ, ഭക്ഷണം ഓക്കെ, ഈ ഗാന്ധിജിയുടെ പുസ്തകം എന്ന് പറയുന്നത് അതെന്താണ് അങ്ങനെ തോന്നൽ? അത് പിന്നെ മുനിസിപ്പൽ ഹൈസ്കൂളിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഞാൻ പഠിച്ച സ്കൂളാണ്. മുനിസിപ്പൽ ഹൈസ്കൂളിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ആലോചിച്ചാലും അവിടെയുള്ള മാഷ് പറഞ്ഞ് കുറച്ച് പുസ്തകം ആത്മകഥ കുട്ടികൾക്ക് കൊടുത്താൽ അത് മഹാത്മാഗാന്ധിനെ കൂടുതൽ അറിയാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങൾ വായിക്കാൻ പുസ്തകം കൊടുത്താൽ അത് അതിനോടനുബന്ധിച്ച് ഒരു കിസ് പ്രോഗ്രാം അങ്ങനെയുള്ള നടത്തിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള അധ്യാപകരുടെ ഒരു ഇതാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാരണം. അങ്ങനെ രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഫസ്റ്റ് 1ാമത്തെ ഇത് മുനിസിപ്പൽ ഹൈസ്കൂളിൽ തന്നെ കൊടുത്തു. ഇപ്പൊ 11ാമത്തെ വർഷം രമേശ് ജിനെ തന്നെ നമ്മൾ ചെറക്കൽ സ്കൂളിൽ കൊടുത്തു. എത്ര 11,000 പുസ്തകം കൊടുത്തു കഴിഞ്ഞു. നമ്മൾ കണ്ണൂർ ജില്ലയിലെ 11,000 പുസ്തകം ബേസ് ചെയ്തിട്ട് കുട്ടികളുടെ വല്ല ക്വിസോ അങ്ങനെ അത് അധ്യാപകർ അതാത് വിദ്യാലയങ്ങളിലെ PTAയും അധ്യാപകരും വായിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം വെക്കും. അതിന് ഓരോ അധ്യാപകർ അതിന്റെ സമ്മാനം നമ്മളോട് കൊടുക്കാൻ പറയാം, നമ്മൾ കൊടുക്കും. ഇപ്പൊ നടത്തിയ പരിപാടികളിൽ ഒന്ന് യൂണിഫോം നടത്തി കഴിഞ്ഞു. അത് സർക്കാർ ഏറ്റെടുത്തു. സൗജന്യ ഭക്ഷണം അത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തു. പിന്നെ ഗാന്ധിജിയുടെ അതും ഞാൻ പറയുന്നത് ഇതും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് രാഷ്ട്രപിതാവിന്റെ ആത്മകഥ കൊടുക്കും. എല്ലാ ഭാഷയിലും താങ്കൾ നടത്തിയതല്ല, സർക്കാർ ഏറ്റെടുത്തു. ഇതാ ഈ 3 പ്രൊജക്റ്റാണ് പ്രധാനമായും. അല്ല, ഇത് ഏറ്റെടുത്തിട്ടില്ല. മഹാത്മാഗാന്ധിന്റെ സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. UPA ഗവൺമെന്റ് ഉള്ളവരോ നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. ഇത് സർക്കാർ കൊടുക്കേണ്ടതാണ്. രാഷ്ട്രപിതാവിനെ പറ്റി ഒരു വിദ്യാർത്ഥി അറിയുന്നത് ഇന്ത്യയെ അറിയാൻ ഏറ്റവും നല്ലതാണ്. ഈ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ഫ്രീ ആയിട്ട് കാലഘട്ടത്തിലാണ്. അത് കൊയ്ലി ആർട്ട് ഫൗണ്ടേഷന്റെ ആർട്ടിന്റെ സെക്ഷൻ ആരംഭിക്കുന്നു. അന്നേരം ഭാസ്കരനായിട്ട് ഞാൻ നല്ല ബന്ധം, പ്രമോദുമായിട്ട് നല്ല ബന്ധം ഡോക്ടർ. അന്നേരം എന്റെ മനസ്സിൽ കുറെ ആള് ചികിത്സക്ക് വേണ്ടി വരും. പല സ്ഥലത്തും കമ്മിറ്റി എടുക്കും. കമ്മിറ്റി ഒന്നും സക്സസ് ആവില്ല. ഇവ മരിക്കലേ ഗതിയും. അങ്ങനെ ഒരു വടകരയെന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസേ ആയിട്ടുള്ളൂ. ആർട്ടിന് പ്രോബ്ലം. കമ്മിറ്റി ഒന്നും സക്സസ് ആകുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം. മുണ്ടേ ഇരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ വിളിച്ചു. ചക്കര കല്ലെന്ന് പറയും, എന്തെങ്കിലും ട്രസ്റ്റിന് സഹായത്തിനാണ് വിളിക്കുന്നത്. അല്ലാണ്ട് ആർട്ട് ഓപ്പറേഷൻ നമ്മളെ മനസ്സിൽ ഇല്ല. ഞാൻ ട്രസ്റ്റിൽ ആലോചിച്ചിട്ട് പറഞ്ഞു 15 ലക്ഷം രൂപ വേണം. ചെറിയ പൈസയല്ല. ശരിക്കും അന്ന് 1.5 ലക്ഷം രൂപയാണ്. ഹൃദയം മാറ്റിവെക്കലാണോ? രണ്ടും ചെയ്തു കൊടുക്കും. ഓപ്പൺ ആർട്ടും ചെയ്തു കൊടുക്കും. അന്ന് 15 കേസ്. എങ്ങനെയാ ഫണ്ട് കളക്ട് ചെയ്തതെന്ന്? ഫണ്ട് ട്രസ്റ്റിന്റെ ഫണ്ട് തന്നെയാണ്.
ആസ്പത്രിന്റെ ലാഭം ആസ്പത്രിയുടെ ലാഭം അതിലേക്ക് മാറ്റും. അത് നമുക്ക് ചെയ്യാലോ. നമ്മള് അതിൽ പറഞ്ഞിട്ടുണ്ട് ലാഭത്തിന്റെ ഇത്ര പെർസെന്റേജ് ചാരിറ്റി ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ താങ്കൾക്ക് ഈ ശിശുക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടുന്നത് ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടാണോ? ഏതാണ് അതിനകത്ത് പരിഗണിക്കപ്പെട്ട? ഈ യൂണിഫോമും ഞങ്ങൾ 18 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു. അത് പിന്നെ BSc നഴ്സിംഗ് അടക്കം സൗജന്യമായി. അതിലൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു. അത് ഈ യൂണിഫോം വിതരണം, പിന്നെ പുസ്തകം ആവശ്യമുള്ള എല്ലാവർക്കും ആയിരിക്കാം പുസ്തകം വാങ്ങാൻ. ശിശു മന്ത്രാലയം തന്നെയാണ് ഇതിന്റെ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. ഏത് രാഷ്ട്രപതിയിൽ നിന്നാണ് താങ്കൾ ഏറ്റവും? പ്രണബ് കുമാർ മുഖർജി. പ്രണബ്ജി. അത് രാഷ്ട്രപതി ഭവനില് അതിന്റെ ഉള്ളിൽ 2 റിഹേഴ്സലാണ്. തലേന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, തലേന്ന് റിഹേഴ്സൽ. അന്ന് രാവിലെ രാഷ്ട്രപതി പോലെ അശോകാടി ഇരുന്ന് രാഷ്ട്രപതിനെ പോലെ സെക്യൂരിറ്റി ഇരിക്കും. നമ്മൾ പോകേണ്ടതും തിരിയേണ്ടതും. അത് ഞാൻ നമ്മുടെ പോണ്ടിച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജിന്റെ ചിത്ര പ്രദർശനം രാഷ്ട്രപതി ഭവനിൽ നടന്നിരുന്നു, പ്രതിഭ പാട്ടീലിന്റെ സമയത്ത്. അതിൽ അന്ന് 2 മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ഞാനും PP ശശീന്ദ്രനോട് പങ്കെടുത്തത്. അന്ന് അവരോടൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അപ്പോൾ വത്സേട്ടനോട് നമ്മൾ ഏറ്റവും ഇഷ്ടവും അദ്ദേഹം നമ്മളെയൊക്കെ അന്ന് പരിഗണിച്ചു എന്നുള്ളതാണ്. വത്സരാജിനോടൊപ്പം അന്ന് ഈ റിഹേഴ്സലും ഈ പരിപാടികളും ചായ കുടിക്കാനിരിക്കുമ്പോൾ ഇരിക്കേണ്ട പൊസിഷൻ, ഫോട്ടോ എടുക്കേണ്ട പൊസിഷൻ, ഫോട്ടോ നമ്മൾ എവിടെ നിൽക്കണം, ഒരാളുടെ മൊബൈൽ പോലും അന്ന് കൊടുത്തയച്ചില്ല. അന്ന് ഒരു മുൻ മുഖ്യമന്ത്രി നാരായണസ്വാമിയാണെന്ന് തോന്നുന്നു, ഒരു മുൻ മുഖ്യമന്ത്രി വന്നിട്ട് അദ്ദേഹത്തിന് ഉള്ളിൽ കയറാൻ പറ്റാഞ്ഞിട്ട് അന്ന് വത്സരാജിനോടൊപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് വിനോദ് കുമാറാണ് രാഷ്ട്രപതിയുടെ ഫിനാൻസ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ പ്രോട്ടോകോളൊക്കെ ശ്രദ്ധയിലുണ്ട്. അതല്ല, അങ്ങനെയാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. 1 ലക്ഷം രൂപയും പിന്നെ ഫുൾ അവിടത്തേക്ക് പോകേണ്ട പൈസ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ ഇപ്പോഴും കുട്ടികൾക്ക്, തളാപ്പ് സ്കൂളിലെ കുട്ടികൾക്ക്, മുനിസിപ്പൽ ഹൈസ്കൂളിലെ, ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം അത് മുടങ്ങിയിട്ടാണ്. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അത് ഒരു പിന്നെ 2000 വെച്ച് എല്ലാ വർഷവും ഒരു 3 കുട്ടികൾ അവിടെ ക്യാമ്പുകളൊക്കെ നടത്തി അങ്ങനെയൊക്കെ കുറെ പരിപാടികൾ അതിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ക്യാമ്പുകളെല്ലാം നമ്മൾ ആര് പറഞ്ഞാലും എവിടെയും ക്യാമ്പ് പോയി ചെയ്യും. അതായത് ഡോക്ടേഴ്സും ആ കാലത്ത് റെഡി ആയിരുന്നു. ഇന്നത്തെ ഡോക്ടേഴ്സ് അതിനകത്ത് നല്ല ഒരു ഗ്യാപ്പിലേക്ക് കൊണ്ടുവരും. ഇന്നിപ്പോഴത്തെ കുറച്ച് വിഷമാണ്, അതിന്റെ ആവശ്യമില്ല എന്നുള്ളതായിരിക്കാം. എന്തായാലും നമുക്ക് ഈ മിക്കോ എന്ന് പറഞ്ഞ സംഘടന എന്താണ്? അതെ, മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ്. എപ്പോഴാണ് തുടങ്ങുന്നത്? അത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കും. എല്ലാത്തിനും 2 പതിറ്റാണ്ട് പഴക്കം അതിലാണ്. അത് ഉണ്ടാക്കാൻ കാരണം IT മേഖല ആകെ തകർന്നു ആ സമയത്ത്. 2001 അല്ലേ IT മേഖല. നമ്മൾ അനുജന്റെ ഒപ്പം പഠിച്ച കുറെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. കുറെ ബാംഗ്ലൂരിൽ നിന്ന് ജോലി പോയി എന്നെ കാണാൻ വന്ന് നമുക്കത് ഞാൻ പറഞ്ഞ് ഒന്നിച്ച് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇത് തുടങ്ങാം. അങ്ങനെ നമ്മുടെ വീട്ടിലിരുന്ന് പേര് സെലക്ട് ചെയ്തു, സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. സാംസ്കാരിക രംഗത്ത് ചാരിറ്റി ഒത്തിരി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സാംസ്കാരിക രംഗത്തേക്ക് വരാനുള്ളൊരു സാഹചര്യം അതും തുടങ്ങുന്നത് 2 പതിറ്റാണ്ട് മുമ്പാണോ? സംഗീത സഭ, കണ്ണൂർ സംഗീത സഭ. കണ്ണൂർ സംഗീത സഭ 49 വർഷമായി കണ്ണൂർ സംഗീത സഭ. പക്ഷെ ഞാൻ അതുമായിട്ട് ഒരു 15 വർഷം ആയി. ഇല്ല, പാടാറില്ല. പാടാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. സംഗീതത്തോട് താല്പര്യം വരാൻ തോന്നുന്നത് ഇപ്പൊ പറഞ്ഞതിൽ ഒന്നിൽ എല്ലാത്തിലും താങ്കൾക്കൊരു ടച്ചിങ് ഉണ്ട്. താങ്കൾ യൂണിഫോമിന്റെ കാര്യത്തിലൊരു ടച്ചിങ് ഉണ്ട്, ഗാന്ധിജിയുടെ ആത്മകഥ കൊടുക്കുന്നതിൽ ടച്ചിങ് ഉണ്ട്, ഭക്ഷണം കൊടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സംഗീത ലോകത്തേക്ക് താങ്കൾ വരാനുള്ളൊരു പിന്നെ സംഗീത കലാക്ഷേത്രം രമേശാട്ടൻ അതിന്റെ സെക്രട്ടറി ട്രസ്റ്റി, പിന്നെ PP ലക്ഷ്മണനായിരുന്നു ഇതിന്റെ. ഞാൻ ഇതിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, എനക്ക് പ്രായമായി, ഒരു പറ്റിയ പ്രസിഡന്റിനെ പരിധി നടക്കുക, അതുകൊണ്ട് പ്രമോദ് ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുന്ന കാലം വരെ നിങ്ങൾ തുടരുന്നു, ഞാനിപ്പോൾ കമ്മിറ്റിയിലുണ്ട്. ലക്ഷാടിന് എപ്പോഴും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഇത് പരിപാടി ഏറ്റെടുത്തു. അങ്ങനെയാണ് സംഗീത സഭയുടെ ലക്ഷാടിന് കുറച്ച് വയ്യാണ്ടായിരുന്നു. കമ്മിറ്റി കൂടി, ഞാൻ പ്രസിഡന്റും രമേശാന്റെ സെക്രട്ടറി ആയിട്ട് വന്നു. ഞങ്ങളാണ് കണ്ണൂർ ദസറ കൊണ്ടുവന്നത്. കണ്ണൂർ ദസറ പിന്നെ 10 വർഷം മുന്നേ നമ്മളാണ് ശരിക്കും ആ പേര് കൊണ്ടുവന്നത്. പിന്നെ കോർപ്പറേഷൻ അത് ഏറ്റെടുത്തേരം നമ്മൾ പിന്നെ അത് വിട്ടു. ഉച്ചവർഷം വിട്ടുപോലെ തന്നെ കോർപ്പറേഷൻ ദസറ നമ്മൾ ഒരു കൊല്ലം വൈക്കം വിജയലക്ഷ്മിനെ IMA ഹാളിൽ ഭയങ്കരമായിട്ട് അലങ്കരിച്ചുകൊണ്ട് നമ്മൾ 7 ദിവസവും 9 ദിവസവും പരിപാടി നടത്തിയിരുന്നു.
ഇപ്പം സംഗീത സഭയുടെ പ്രസിഡന്റാണ്. എന്തൊക്കെയാ സംഗീത സംഗീത സഭയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംഗീതരത്ന അവാർഡ് വർഷത്തിൽ ഒരാൾക്ക് കൊടുക്കും. അത് എം ജയചന്ദ്രനാണ് കൊടുത്തിരുന്നു. സാധുവിൽ വില്ലവരും പിന്നെ രമേശ് നാരായൺ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരാളെ പ്രഖ്യാപിച്ചു വെക്കുന്ന സാമ്പത്തിക പ്രശ്നം കൊണ്ട് കൊറോണ എല്ലാത്തിനും ബാധിച്ചു. ഈ താങ്കൾ ഈ മാധ്യമ വീക്ഷണത്തിന്റെ ഡയറക്ടർഷിപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ 14 വർഷം മുന്നേ വീക്ഷണത്തിന്റെ കണ്ണൂർ യൂണിറ്റിന്റെ മാനേജർ. കണ്ണൂർ കാസർഗോഡ് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു പ്രമോദ് ഏറ്റെടുക്കണം എന്നോട്ട് എടുത്തു. ഇത് കോഴിക്കോട് നിന്നായിരുന്നു പ്രിന്റ്. ഞാനാണ് കണ്ണൂരിൽ പ്രിന്റ് കൊണ്ടുവന്നത്. കണ്ണൂരിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കണ്ണൂരിൽ. അങ്ങനെ ഞാനൊരു 5-8 വർഷം പോയാലും ഇതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും. അതിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്, ഇൻകം കുറവുമാണ്. അന്നേരം നമ്മളെ യൂണിറ്റിന് അത് ഒത്തുപോകില്ല എന്ന് കണ്ടേരം ഞാൻ അതിനകത്ത് ഒഴിവായി. അന്ന് ബെന്നി ബഹനാനായിരുന്നു MD. അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം മുന്നേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് കെ സുധാകരൻ വന്നേരം. അനക്ക് അതിൽ കുറെ പൈസ എല്ലാം കിട്ടാനുണ്ടെന്ന് പ്രസിഡന്റിനെ അറിയാം. അതുകൊണ്ട് ഒരു പ്രോഗ്രാം എന്നാൽ പിന്നെ നീ അതിൽ ഡയറക്ടറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും പാർട്ടിന്റെ ഒരു പോസ്റ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ തന്നെ അതിന്റെ ഡയറക്ടറായി. ഞാൻ ഡയറക്ടറായി വന്നതിന് ശേഷം ജെയ്സൺ നമ്മളെ MD വളരെ സജീവമാണ്. നമ്മളിപ്പോൾ ഒരു കൂടിയാലോചിച്ചിട്ട് ഈ പേപ്പർ ഏറ്റവും ലാറ്റസ്റ്റ് ഈ പേപ്പറിൻ്റെ ഈ അടുത്ത ആഴ്ച ലോഞ്ചിങ് ആണ്. വെബ് പേപ്പർ അതിന്റെ ഒരു ടീം കേരള ഗൾഫ് ചന്ദ്രികയിലെ ഒരു പാർട്ടിനെയാണ്. ഡയറക്ടർമാർ കുറെ ഉണ്ടോ? ഡയറക്ടർ ഉമാ തോമസ്, പിന്നെ രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, MMS, പിന്നെ വാഴക്കൻ. ഈ ഓരോ ഡയറക്ടർമാർക്കും ഓരോ മേഖലയുടെ ചുമതലയുണ്ടോ? അത് താങ്കളെല്ലാം പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നുള്ള അപ്പൊ ആക്ടിംഗ് ഡയറക്ടർ അല്ലല്ല, MD നല്ല ആക്ടിംഗ് ആണ്. പിന്നെ ദിലീപ് സാറിന്റെ പിന്നെ കാലടി സർവകലാശാലന്റെ VC ആയ ഈ പൊതുവെ ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വളരെ ചുരുക്കമാണ് ഈ വീക്ഷണം വാങ്ങുക. ഇപ്പം ദേശാഭിമാനിയൊക്കെ പാർട്ടി പറഞ്ഞാൽ എല്ലാവരും വാങ്ങും, വലിയ വർക്ക് നടക്കും. എങ്ങനെയാണ് വീക്ഷണത്തിന്റെ അവസ്ഥ? നമ്മള് ശമ്പളം കൊടുക്കാറുണ്ടോ? ശമ്പളം പിന്നെ ഒരു മാസത്തെയും പെൻഡിങ് ഇല്ല. 15 ദിവസം 20 ദിവസം അതിലപ്പുറം പോകില്ല. ശമ്പളം എല്ലാ മാസവും പല പത്രങ്ങളും ശമ്പളം കൊടുക്കില്ല. അതറിയാം നമുക്ക്. പക്ഷേ നമ്മളെ കൊടുത്തിട്ടില്ലേ പിറ്റേന്ന് ന്യൂസ് ആവും. അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ വീക്ഷണം എഡിറ്റോറിയൽ കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തു. താങ്കൾ വായിച്ചിട്ടുണ്ടാവല്ലോ കോഴിക്കോട്. ആ വിഷയം നിങ്ങൾ പാർട്ടിയെ സ്വയം വിമർശനത്തിന് വിധേയമാക്കുന്നു എന്നുള്ളത് അതൊരു കൊള്ളാം. അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത്. കോൺഗ്രസിൽ ഈ ഗ്രൂപ്പുകളൊക്കെ ശക്തമാകുമ്പോൾ ഇത് കൊണ്ടുനടക്കൽ എളുപ്പമാണോ? വീക്ഷണത്തിന് ഗ്രൂപ്പ് ബാധിച്ചു. പിന്നെ ഒരു ചോദ്യം, കെ സുധാകരനും താങ്കൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ഞാന് ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുന്നത് സുധാകരൻ ഇപ്പോഴും സുധാകരന്റെ ഒപ്പം തന്നെയാണോ? ഇപ്പൊ സുധാകരൻ ഇടയ്ക്ക് സുധാകരനായിട്ട് തെറ്റുണ്ടാവുന്നില്ല. എന്തിന്? അതെ, കേരളത്തില് പിന്നെ DIC രൂപീകരിക്കുന്നതിന് മുന്നേ വയലാർ രവി ടീമാന്ന് ഞാനൊക്കെ. കെ സുധാകരനും അതെ, മാലാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വയലാർ രവിന്റെ ഇതായിരുന്നു. അതൊരു കെ സുധാകരൻ നമ്മൾ കണ്ണൂരിന് വയലാർ ഗ്രൂപ്പാണ് ശക്തം. നമ്മളൊരു യൂത്ത് കോൺഗ്രസ് കൂട്ടായ്മയെല്ലാം നടത്തി അതിശക്തമായി കേരളത്തിൽ മുന്നോട്ട് പോകുന്ന സമയം നമ്മള് വയലാർജിയിലപ്പുറം നിൽക്കാൻ തീരുമാനിക്കുന്നു. കെ സുധാകരൻ ലീഡറപ്പുറം പോകാൻ തീരുമാനിക്കുന്നു. ഈ മമ്പറം ദിവാകരനായിട്ട് എങ്ങനെ? മമ്പറം ദിവാകരനും ഞങ്ങളുമാണ് വയലാർജിയിലപ്പുറം നിന്നത്. അങ്ങനെ പക്ഷെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഒരാളെയും മോശപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ഗ്രൂപ്പ് കൊണ്ടുപോകണം. അങ്ങനെ നിങ്ങൾ മോശം, ഇയാൾ മോശം, അങ്ങനത്തെ ഒരു ഇതും വേണ്ട. നമ്മളപ്പുറം വയലാർജിയെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന എത്ര ആളുണ്ടോ അത്ര നിന്നാ മതി. ഒരു ചോദ്യം, ഈ മമ്പറം ദിവാകരനും കെ സുധാകരനും ഒരമ്മ പെറ്റ മക്കളെ പോലെയായി എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരം ഒറ്റ ഹൃദയമായി. എന്തുകൊണ്ട് അവർ തമ്മിൽ അകന്നുപോയി? താങ്കളുടെ ഒരു നിരീക്ഷണം. വളരെ ഓപ്പൺ ആയിട്ടുള്ള ചോദ്യമാണ്. അകൽച്ച ഉണ്ടായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ട് അങ്ങനെ അവർ തമ്മിലൊരു സൗഹൃദം തകർന്നത്? കെ സുധാകരന്റെ ഏറ്റവും വലിയൊരു ബലമായിരുന്നു ദിവാകരൻ. അന്ന് DCC ഓഫീസ് കൈകാര്യം ചെയ്ത് കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കും. കെ സുധാകരനെ പ്രസിഡന്റ് ആക്കുന്നതിൽ അതെല്ലാം ശരി, അല്ല അത് ശരി. ഞാൻ പറയുന്ന അതിലും ഉപരിയല്ലേ ഇത്. ഒരു DCC ഓഫീസ് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഒരാളെ നിയന്ത്രണം വേണം. കെ സുധാകരനെ പോലത്തെ കൂട്ടരെല്ലാം
നിരന്തരം പരിപാടികളായി പോകുമ്പോൾ ഇവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യാം. ഇവിടെ താമസിച്ച് അത് ചെയ്ത ആളാണ് ദിവാകരൻ. അതുപോലെ പുതിയ DCC കെട്ടിടം നിർമ്മിക്കുന്നതിൽ നിർണായക സതീശൻ പാച്ചേനെ പരമാവധി സഹായിച്ച അതിലായിട്ടും അവിടെ വേണ്ടത് എല്ലാ കാര്യത്തിലും ഞാനും ദിവാകരനായിട്ടുള്ള ബന്ധം. ദിവാകരൻ എന്ന് പറയുന്നത് നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. അന്നേരം നമ്മളെ അന്ന് ഒരാവശ്യത്തിന് തിരുവനന്തപുരം നമ്മളെ അച്ഛൻ്റെ സഹോദരനുണ്ട്, DC ആയിട്ട് ഡെപ്യൂട്ടി കമാൻഡറായിട്ട് റിട്ടയർഡ് ചെയ്തു. ഒരു പിണറായിക്കാരാണ്. എന്നോട് പറഞ്ഞ് പ്രമോദ് പോയാൽ ദിവാകരൻ തലശ്ശേരിക്കുന്ന കയറുന്നു പറഞ്ഞു. ഞാൻ ഇവിടുന്ന് കണ്ണൂർ ടിക്കറ്റ് എടുത്ത് ദിവാകരൻ. അന്ന് K. കരുണാകരൻ മുഖ്യമന്ത്രിയാണ്, റാണി സ്റ്റാഫാണ്. അത് നമ്മളിടുന്ന് പോയി. ഞാൻ ദിവാകരനെ ഫസ്റ്റ് കാണുന്നതാണ്. ദിവാകരനെ ഫസ്റ്റ് കാണും. ട്രെയിനിൽ ഇങ്ങനെ ഇവിടെ കറുപ്പൊരു ചരട് ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഞാൻ പ്രമോദ് അങ്ങനെ നമ്മള് ഫസ്റ്റ് സൗഹൃദമുണ്ടോ? പിന്നെ ഉണ്ട്. അങ്ങനെ നമ്മള് പൂർണ്ണയിലാണ് താമസിച്ചു. അന്നേരം പകല് റാണി വരുമ്പോ നമ്മള് താഴെ പോകും സംസാരിച്ചു. അന്ന് മന്ത്രിമാരടിക്കെല്ലാം പോകുമ്പോ ഈ 2 പാളിയല്ലേ ഡോർ, അതിങ്ങനെ തുറന്നിട്ടാ ദിവാകരൻ കയറും. ഒരു ഞാൻ ദിവാകരൻ എന്ന് പറയുമ്പോ തന്നെ പിന്നെ വയലാർ രവി ആയിട്ട് ഏറ്റവും അധികം ബന്ധമായിരുന്നു. വയലാർ രവി അദ്ദേഹം സെൻട്രൽ ജയിലില് കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും. എന്തുകൊണ്ടാണ് ഈ ദിവാകരനും സുധാകരനും തമ്മിലുള്ള ബന്ധം? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയും. ആരാത് മുതലെടുത്തത്? ശരി, അത് ഒരിക്കലും അല്ല. ഓരോ രണ്ടാളും ഒന്നിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മളെ പൊളിറ്റിക്സിൽ ഒരു കാര്യമുണ്ട്, ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് പറഞ്ഞ് വലുതാക്കി തെറ്റിക്കും. ഈ അദ്ദേഹത്തിന്റെ മമ്പറം ദിവാകരൻ പടുത്തുയർത്തിയതാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ. ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന് അത്രയും നല്ലൊരു പ്രസ്ഥാനം ഉണ്ടാവില്ല. അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പോകാനുള്ള സാഹചര്യത്തെ കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം എന്താ? അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിനു വേണ്ടി അതിന്റെ എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തി പരാജയപ്പെട്ടു. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. മമ്പറം ദിവാകരൻ എന്ന വ്യക്തി, ഞാൻ 35 വർഷമായി തലശ്ശേരിയിലെ മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ ദിവാകരനായിട്ട് ആ ഹോസ്പിറ്റലിന്റെ സുധാകരൻ ദിവാകരനെ ഈ ആശുപത്രി ഏൽപ്പിച്ചിട്ട് ആദ്യം പഴയ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ വരുമ്പോൾ ദിവാകരനും സുധാകരനും ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് മുകുന്ദൻ മാനേജർ ഇരിക്കുന്നു. ആ ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇവരുമായിട്ട് നല്ല സൗഹൃദം. എനിക്ക് CPM ലീഡേഴ്സുമായിട്ടും ഈ നാരായണനായിട്ടും മമ്പറം ദിവാകരനായിട്ടും ഒരേപോലെ സൗഹൃദം കൊണ്ടുനടന്ന ഒരാളാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പല ദിവസങ്ങളിലും. പക്ഷെ ഇതെല്ലാം ഇനിയും അവർ തമ്മിലൊരു സൗഹൃദം ഊട്ടി ഉറപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ കേസുകാരൻ മത്സരിക്കുമ്പോൾ അതിനകത്ത് മുന്നേ വീട്ടിൽ പോയി കണ്ടിരുന്നു. ലാസ്റ്റ് ഞാനും DC പ്രസിഡന്റും സുദീപ് ജെയിംസും കൂടി പോയി, നിങ്ങൾ നാളെ നമ്മളെ ഓഫീസ് ഉദ്ഘാടനമാണ്, അതിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഇതുവരെ ആ ഓഫീസ് ഉദ്ഘാടനത്തിന് കാൽടെക്സിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിലേക്ക് വന്നു. കേസുകാരനായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴേ വേറെ നല്ല ബന്ധമാണ്. ദിവാകരൻ ലൈവായിട്ട് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും. മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം തീരുകയാണ്. മാധവറാവു സിന്ധ്യ ആശുപത്രി തുടങ്ങിയിട്ട് 23 വർഷമായി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല. അത് ഇല്ല. ആ പ്രായം അന്നതും കഴിഞ്ഞു. അല്ലല്ല, അതൊരു ഇതിലെല്ലാം എന്താ പ്രശ്നം എന്നറിയാം. പാർട്ടി സഹായിക്കണം, കോൺഗ്രസിൽ സഹായം കിട്ടുന്നില്ല. അത് ഒരു മുഖ്യ ഘടകമാണ്. ഒരു സ്ഥാപനം വിജയിക്കണ്ടെങ്കിൽ അതിന് ഫണ്ട് കിട്ടണ്ടെങ്കിൽ പാർട്ടി അതിന് മുൻപന്തിയിൽ എന്നാലേ അതിന് പരിഹാരം. കോൺഗ്രസിൽ നിന്ന് അത് പ്രതീക്ഷിക്കണ്ട. ഇല്ല, പ്രതീക്ഷയുമില്ല. അത് കോൺഗ്രസ് അങ്ങനെയാണ്. താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് വരാം. എന്താണ് ജീവിത പങ്കാളി? ആരാണ്? എവിടുന്ന് കണ്ടെത്തി? എങ്ങനെയാണ് അതിന്റെ ഒരു വഴി? ജീവിത പങ്കാളി ജിഷ. അതെങ്കിലും മേരയാണോ? അതെ. അപ്പൊ അങ്ങനെ കണ്ടെത്തിയ ഒരാളാണ്. കുട്ടികള് ഇനി എന്താ പരിപാടി പ്രമോദേ? ഇപ്പൊ കുറെ ജീവകാരുണ്യ പ്രവർത്തനം എല്ലാം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അതെല്ലാം നിന്നു. ഇപ്പൊ സർക്കാർ ഏറ്റെടുക്കാത്ത ഒരു സാധനം ഇപ്പൊ കൊണ്ടു നടക്കുന്നുള്ളൂ കാര്യമായിട്ട്. ഇനി എന്തെല്ലാം പരിപാടി? ഇപ്പൊ നമുക്ക് വർഷത്തിൽ 1500 അമ്മമാർക്ക് ഓണക്കോടി ഓണസദ്യ അത് വേറെ ഉണ്ട്. സ്നേഹാലയങ്ങളിൽ കഴിയുന്ന മെസ്സി രവിയുടെ വയലാർ രവിയുടെ ഭാര്യ
മെസ്സി രവിന്റെ ഓർമ്മക്കായി 13 മെസ്സി രവി മരണപ്പെട്ടതിന് ശേഷം എല്ലാ വർഷവും 1500 അമ്മമാർക്ക് നമ്മളെയും കാത്തു നിൽക്കും അനാഥാലയങ്ങളിലെ സ്നേഹാലയെന്നേ പറയും, സ്നേഹാലയങ്ങളിലെ അമ്മമാർ അമ്മക്കൊരു ഉണക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് തന്നെ തുടരും. മാധവദാസിന്റെ ഹോസ്പിറ്റലിന് പുതിയ ബിൽഡിംഗ് ഉണ്ടാവും. അതിന് സാമ്പത്തിക ബാധ്യത കുറെ വരും. എളുപ്പമല്ല. നടക്കുന്നുണ്ടോ? ഇപ്പം എത്ര ജീവനക്കാരുണ്ട്? ഇപ്പം 25 ജീവനക്കാർ. എത്ര ഡിപ്പാർട്ട്മെന്റുകളുണ്ട്? 7 ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നന്നായി നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂറോ സെക്ഷൻ കൂടി ആരംഭിക്കും. ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. ഈ പ്രമോദിന്റെ അഭിമുഖത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന കഥകളാണ് നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കളിലൂടെ കടന്നു പോകുമ്പോൾ കൊണ്ടും കൊടുത്ത കഥയാണ് കൂടുതൽ പറയാനുണ്ടാകുക. മറ്റവനെ വെട്ടി ആ മൃതദേഹം ഏറ്റെടുത്തു, ഈ മൃതദേഹം, അങ്ങനെയൊക്കെ പറയുന്ന അത്രയും സംഘർഷം നിറഞ്ഞ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മണ്ണിനും മരത്തിനും കാറ്റിനും വിയർപ്പിനു പോലും രാഷ്ട്രീയത്തിൻ്റെ ഗന്ധമുള്ള മണ്ണിൽ തുടക്കം മുതൽ ഈ അഭിമുഖം അവസാനിക്കുന്നത് വരെ പ്രമോദിന് പറയാനുണ്ടായിരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഏടുകളാണ്. ഇതായിരിക്കണം പൊതുപ്രവർത്തനം, ഇതൊരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ തേടി ഞങ്ങൾ എത്തിയത്. ഈ എപ്പിസോഡ് ഞങ്ങൾ പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക്. മക്കളെ, നിങ്ങളും അറിയണം, നിങ്ങളും ചെയ്യണം ഇത്തരം മാതൃകകൾ. സമൂഹത്തിൽ ഇന്നും അരികവൽക്കരിക്കപ്പെട്ട ചേർത്ത് പിടിക്കേണ്ട മനുഷ്യരുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം വിലയേറിയ സമയം നമുക്ക് വേണ്ടി തന്ന പ്രമോദിനും സക്സസ് സ്റ്റോറിയുടെ നന്ദി. നമസ്കാരം പ്രമോദ്. നമസ്കാരം.